Hello everyone, welcome back to Kercode. ഇന്നത്തെ നമ്മളെ പ്രോബ്ലം ഫൈൻഡ് ദ പവർ ഓഫ് കെ സൈസ് സബ് അറേസ് 1 എന്നതാണ്. അപ്പോൾ ഇതിൽ അവർ തന്നിരിക്കുന്നത് അറേ ഓഫ് ഇൻറ്റിജേഴ്സ് നംസ് ഓഫ് ലെങ്ത് n ആൻഡ് എ പോസിറ്റീവ് ഇൻറ്റിജർ k. പവർ ഓഫ് അറേ അവർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് മാക്സിമം എലമെൻറ്റ് ഇഫ് ഓൾ വിച്ച് എലമെൻറ്റ്സ് ആർ കൺസിക്യൂട്ടീവ്. കൺസിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ ഈ 1 2 3 4 5 എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് നമ്പറായിട്ട് മാത്രം. അത് കൺസിക്യൂട്ടീവ് ആണെങ്കിൽ എന്തായാലും അസൈനിങ് ആയിരിക്കും, ഇതിൻ്റെ ആവശ്യമില്ല ഇവിടെ ശരിക്കും. ആൻഡ് -1 അതർവൈസ്. അപ്പോൾ എക്സാമ്പിൾ വെച്ച് നമുക്ക് നോക്കാം. ഇൻപുട്ട് അവർ തന്നിരിക്കുന്നത് 1 2 3 4 3 2 5 ആൻഡ് k = 3. എന്നിട്ട് ഇവർ ആദ്യം ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ k 3 ആകുമ്പോൾ ആദ്യത്തെ 3 എലമെൻറ്റ്സ് എടുക്കുക, 1 2 3 അതാണ് ഇവർ എടുത്തിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ മാക്സിമം എലമെൻറ്റ് 3 ആണ്. നെക്സ്റ്റ് 3 എലമെൻറ്റ്സ് ഉള്ള സബ്ബർ എടുക്കുക, 2 3 4, ഇതിൻ്റെ മാക്സിമം എലമെൻറ്റ് 4 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് എലമെൻറ്റ് തന്നെയാണ് എപ്പോഴും മാക്സിമം ആയിട്ട് വരാം. പിന്നെ അവർ എടുത്തിരിക്കുന്നത് 3 4 3, ഇത് കൺസിക്യൂട്ടീവ് അല്ല. 4 3 2 അതേപോലെ ശരിയല്ല. 3 2 5 അതേപോലെ നടക്കില്ല. അപ്പോൾ അത് മൂന്നെണ്ണത്തിനും -1 -1 -1. അപ്പോൾ ലാസ്റ്റ് ഫൈനൽ ആൻസർ കിട്ടുന്നത് 3 4 -1 -1 -1. അപ്പോൾ നമുക്കിതിൻ്റെ ഇൻറ്റ്യൂഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ നേരത്തെ കിട്ടിയ അതേ പ്രോബ്ലം തന്നെ എടുത്തിട്ടുണ്ട്. 1 2 3 4 3 2 5 ആൻഡ് k = 3. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു പ്രോബ്ലം സിംപ്ലിഫൈ ചെയ്യാനായിട്ട് ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ k = 3 വരുമ്പോൾ ഇതിൻ്റെ ആൻസർ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു -1 മാത്രമുള്ള ഒരു അറേ ആയിട്ട് നമുക്ക് ആദ്യം ആൻസറിന് ഇനീഷ്യലൈസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ എന്തുകൊണ്ടാണ് -1 എടുക്കുന്നത്? നമ്മൾ ജസ്റ്റ് കൺസിഡർ ചെയ്യാണ് എല്ലാവരും ഇതുപോലെ കൺസിക്യൂട്ടീവ് അല്ലാന്ന്. അപ്പോൾ 1 2 3 2 3 4 3 4 3 3 2 5 ഇത് 5 എണ്ണമാണ് ഉണ്ടാവുക മൊത്തം നോക്കുകയാണെങ്കിൽ. ആൻഡ് നമ്മൾ ജസ്റ്റ് എല്ലാവരും ഇൻകറക്റ്റ് ആണ് എന്നുള്ള രീതിയിൽ -1 വെച്ച് ഫില്ല് ചെയ്യുന്നു. അപ്പോൾ നമ്മളെ പ്രസൻറ്റ് ആൻസർ അറേ നമുക്ക് ഫൈനൽ റിസൾട്ട് ഇതായി കണക്കാക്കാം. ആൻഡ് നമുക്ക് നോക്കാം ഇതിനി എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ പറ്റാമെന്ന്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് 1 2 3 നോക്കാം. ആദ്യത്തെ 3 ഡിജിറ്റ്സിന് എടുക്കാം. ഇത് കറക്റ്റാണ്. അപ്പോൾ ഇത് കറക്റ്റാണെന്ന് കാണുമ്പോൾ ഈ 1 2 3 ഏത് റിസൾട്ടിൻ്റെ ഇൻഡെക്സിലോട്ടാണ് മാപ്പ് ആവുക? ആദ്യത്തെ ഇൻഡെക്സ്. അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ള -1 മാറ്റിയിട്ട് ഈ 1 2 3ൻ്റെ ഏറ്റവും വലിയ വാല്യൂ എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ 3 നമുക്ക് ഇവിടെ എഴുതാം. ഇനി അത് ഓക്കെ ആയി. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്ത വരുന്ന 3 സെറ്റ് 2 3 4. 2 3 4ഉം കൺസിക്യൂട്ടീവ് ഡിജിറ്റ്സ് ആണ്. അപ്പോൾ നമ്മളുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയി. അപ്പോൾ അടുത്ത ഐറ്റം ആക്കിയ ആൻഡ് -1 പകരം ഏറ്റവും വലിയ നമ്പർ അതായത് 4 ഇവിടെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നു. നെക്സ്റ്റ് വരുമ്പോൾ 3 4 3 ആണ്. ഇത് കൺസിക്യൂട്ടീവ് ഡിജിറ്റ്സ് അല്ല. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് അടുത്ത ഐറ്റത്തിലോട്ട് പോവാം. അപ്പോൾ ഇവിടെ ഒന്നും ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഈ -1 തൊടേണ്ട ആവശ്യമില്ല, നമുക്ക് അടുത്ത ഐറ്റത്തിലോട്ട് പോയാൽ മതി. അപ്പോൾ 3 4 3 കഴിഞ്ഞ് 4 3 2 കിട്ടി. ഇതും കൺസിക്യൂട്ടീവ് അല്ല എന്ന് വെച്ചാൽ ഈ -1 തൊടേണ്ട ആവശ്യമില്ല. ആൻഡ് ലാസ്റ്റ് നമുക്ക് 3 2 5 കിട്ടി. 3 2 5ഉം ഇതേപോലെ നമ്മളുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മളുടെ ഈ ലാസ്റ്റത്തെ -1 തൊടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ സംഭവം. ഇതാണ് നമ്മളുടെ ഫൈനൽ റിസൾട്ട്. ഇത് എല്ലാ പ്രോബ്ലത്തിനും റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആൻസർ കിട്ടേണ്ടതാണ്. അപ്പോൾ നമുക്ക് കോഡിങ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾക്ക് നമ്മളുടെ ബേസ് കേസ് ഡിഫൈൻ ചെയ്യാം. അതായത് ഇഫ് k = 1 അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ആവും. അപ്പോൾ ജസ്റ്റ് നംസ് റിട്ടേൺ ചെയ്താൽ മതി. അതായത് k 1 ആണെങ്കിൽ പിന്നെ കൺസിക്യൂട്ടീവ് ആണോ നോക്കേണ്ട ആവശ്യമില്ലല്ലോ, ഓരോന്നോരോന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നംസ് അങ്ങ് റിട്ടേൺ ചെയ്താൽ മതി. ആൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ റിസൾട്ട് അറേ അങ്ങ് ഡിഫൈൻ ചെയ്യുക -1 വെച്ചിട്ട്. അത് എത്ര -1 വേണം? ലെങ്ത് ഓഫ് നംസ് -k + 1 ഇത്രയും വേണ്ടി വരും. കാരണം ലെങ്ത് ഓഫ് നംസ് നോക്കുകയാണെങ്കിൽ ഈ കേസിൽ 1 2 3 4 5 6 7 ആൻഡ് 7 - k ഇവിടെ ഈ കേസിൽ എന്താ? k is 3. അപ്പോൾ 7 - 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 7 - 3 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് 4 ആയി കിട്ടും. എന്നിട്ട് ആ 4ൽ നിന്ന് ഒരു +1 കൂടെ വേണം. അപ്പോൾ ഇതെങ്ങനെ ആലോചിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ 3 എണ്ണം വെച്ചെടുത്തു എന്ന് വയ്ക്കാം. അപ്പോൾ ഇനി ബാക്കിയുള്ളത് ഇവിടെ 4 എണ്ണമാണ്. അപ്പോൾ ആ 4 എണ്ണത്തിലോട്ട് നമുക്കിങ്ങനെ നീങ്ങാൻ പറ്റുമല്ലോ. 2 3 4 എടുത്ത് നീങ്ങാം, 3 4 3 എടുത്ത് നീങ്ങാം, 4 3 2 എടുത്ത് നീങ്ങാം. അങ്ങനെ 4 തവണ നീങ്ങാൻ പറ്റും. ആൻഡ് ആദ്യത്തെ നമ്മൾ കേസും കൂടെ ആഡ് ചെയ്യണം.
അപ്പോൾ ആ 4 + 1 നമ്മൾ ആദ്യത്തെ കേസ്. അപ്പോൾ അത്രയും ആണ് നമ്മളുടെ -1 ഉള്ള റിസൾട്ട് സെറ്റിൻ്റെ സൈസ്. എന്നിട്ട് ഇപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മളുടെ കൗണ്ട് ജസ്റ്റ് ഈക്വൽ ടു 1 കൊടുക്കാം. ആൻഡ് ഇവിടെ ഒരു ചെറിയ ട്രിക്ക് ഉണ്ട്. നമ്മളുടെ ഇൻഡെക്സ്, അതായത് എവിടെയാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത് എന്നുള്ള ഇത് കണ്ടുപിടിക്കാനായിട്ട് ഇൻഡെക്സ് നമ്മൾ -k+1 എന്നുള്ള വാല്യൂവിൽ ഇനിഷ്യലൈസ് ചെയ്യും. അപ്പോൾ ഇവിടെ ഈ കേസിൽ വരുമ്പോൾ k നമ്മൾ 3 ആണല്ലോ, അപ്പോൾ -3 + 1 ഇത് -2 ആയാണ് ഇനിഷ്യലൈസ് ആവുക. അതെന്തുകൊണ്ടാണ് നമുക്ക് അടുത്ത ലൂപ്പ് കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഇനി നമുക്കൊരു ലൂപ്പ് തുടങ്ങാം. ഈ ലൂപ്പിൽ ഞാൻ സിപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇൻ സിപ്പ് ഓഫ് നംസ് ഓഫ് 0 സ്റ്റാർട്ട് ചെയ്യുന്നു ആൻഡ് നംസ് ഓഫ് 1 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇത് വെറുതെ നംസ് ഓഫ് 0 എന്ന് പറയുമ്പോൾ 1 വെച്ച് സ്റ്റാർട്ട് ചെയ്യും ആൻഡ് നംസ് ഓഫ് 1 എന്ന് പറയുമ്പോൾ 2 വെച്ച് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ആദ്യം ലൂപ്പ് തുടങ്ങുമ്പോൾ 1 and 2 ആയിരിക്കും. സെക്കൻഡ് ലൂപ്പ് വരുമ്പോൾ അത് 2 and 3 ആയിരിക്കും. ഇതൊരു ഈസി വേ ആണ് അങ്ങനെ 2 നമ്പർ വെച്ച് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ. ആൻഡ് ആദ്യം തന്നെ നമുക്ക് നമ്മളുടെ ഇൻഡെക്സ് +=1 കൊടുക്കാം. ആൻഡ് ഇനിയാണ് നമ്മളെ മെയിൻ കമ്പാരിസൺ കണ്ടീഷൻ, അതായത് ഫസ്റ്റ് +1 = സെക്കൻഡ്. ഇതാണല്ലോ നമ്മളെ മെയിൻ കമ്പാരിസൺ കണ്ടീഷൻ, കൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആവണം എന്നുള്ളത്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കൗണ്ട് +=1 കൊടുക്കാം. പിന്നെ നമ്മൾ നോക്കേണ്ടത്, ഇപ്പോൾ കൗണ്ട് നമ്മൾ ഇൻക്രീസ് ചെയ്തു, കൗണ്ട് >= k, അതായത് നമ്മൾക്ക് ആവശ്യമുള്ള ഗ്രൂപ്പിൻ്റെ കൗണ്ട് എത്തി, അല്ലെങ്കിൽ അതിലും മുകളിലെത്തിയാലും കുഴപ്പമില്ല. നമ്മൾ ആ സമയത്ത് ചെയ്യേണ്ടത് റിസൾട്ട് ഓഫ് ഇൻഡെക്സ്, നമ്മളിവിടെ നേരത്തെ പറഞ്ഞ ഇൻഡെക്സ് = സെക്കൻഡ്, നമ്മളുടെ വലിയ നമ്പർ, ഇപ്പോൾ പുതിയത് നമ്മൾ കണ്ടുപിടിച്ച നമ്പർ. ഇനി ഇത് ഈക്വൽ അല്ല എന്നുണ്ടെങ്കിൽ വേറെ ഒന്നും ചെയ്യേണ്ട, നമ്മൾ ജസ്റ്റ് കൗണ്ട് =1 കൊടുക്കുക. കാരണം നമ്മൾ ഇത്ര നേരം കൗണ്ട് ചെയ്തിരുന്ന നമ്പർ ഓഫ് വാല്യൂസ് പോയി ആൻഡ് ആദ്യത്തോട്ട് തുടങ്ങിയാണ്, അപ്പോൾ കൗണ്ട് =1 കൊടുക്കുക. ഇനി നമുക്ക് ഇതെല്ലാം കഴിഞ്ഞു. ആകെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിട്ടേൺ റിസൾട്ട്. ഇനി നമുക്ക് ഈ എക്സാമ്പിൾ ഇതിൽ എടുത്ത് നോക്കാം, എങ്ങനെയാണ് വാല്യൂസ് മാറുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഫസ്റ്റ് +1 = സെക്കൻഡ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ആദ്യം തന്നെ കൗണ്ട് 1 ആണ് വെച്ചത്, അപ്പോൾ ആദ്യത്തെ ലൂപ്പിൽ ഇത് 2 ആയി മാറി. ആൻഡ് കൗണ്ട് >k, അപ്പോൾ 2 > k എന്ന് പറയുന്നത് 3 ആണ്. അതിവിടെ ആദ്യം സാറ്റിസ്ഫൈ ആവില്ല. അപ്പോൾ സെക്കൻഡ് ഇറ്ററേഷനിലോട്ട് വരും. സെക്കൻഡ് ഇറ്ററേഷനിൽ വരുമ്പോൾ നമ്മുടെ കൗണ്ട് വീണ്ടും 3 ആയി മാറി. ആൻഡ് ഇൻഡെക്സ് നമ്മളിവിടെ കയറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇൻഡെക്സ് ഫസ്റ്റ് ഇറ്ററേഷനിൽ -2 ആയിരുന്നു, അത് -1 ആയി. സെക്കൻഡ് ഇറ്ററേഷനിൽ അത് 0 ആയി. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് -k+1 ഇവിടെ എടുത്തത് എന്നുള്ളത്. അപ്പോൾ സെക്കൻഡ് ഇറ്ററേഷൻ ആവുമ്പോഴാണ് നമ്മൾക്ക് ഒരു ഇൻസേർട്ട് ചെയ്യാനുള്ളൊരു സ്ഥിതി വരുന്നത് ഇവിടെ ഈ കെൻ്റെ വാല്യൂ വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇൻഡെക്സ് ഇവിടെ ഇപ്പോൾ 0 ആയി ആൻഡ് കൗണ്ട് 3 ആയല്ലോ. അപ്പോൾ ഈ കൗണ്ട് >= k എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവും. 3 > 3 വരും. ആൻഡ് നമ്മൾ ഇൻഡെക്സ് 0 ആണ്, അപ്പോൾ റിസൾട്ട് ഓഫ് 0 = സെക്കൻഡ്. അതായത് നമ്മളുടെ റിസൾട്ട് അറേ, ഇപ്പോൾ റിസൾട്ട് അറേയിൽ നമുക്ക് 5 -1 ആണുള്ളത്. അതിൽ റിസൾട്ട് ഓഫ് 0, അതായത് ഈ -1 മാറിയിട്ട് അതിനകത്തോട്ട് 3 കയറി ചെല്ലും. നെക്സ്റ്റ് ടൈം ഈ ലൂപ്പ് റൺ ചെയ്യുമ്പോൾ ഈ -1 മാറി 4 ആവും. പിന്നെ ഈ കൗണ്ട് ഒരിക്കലും ഈ >= k വരില്ല, കൗണ്ട് =1 ആവും. പിന്നെ അതങ്ങനെ കയറി വരില്ല. അപ്പോൾ ഇത് തന്നെയായിരിക്കും ലാസ്റ്റ് വരാം. ഇതെല്ലാ കേസിനെയും ഹാൻഡിൽ ചെയ്യും. നമ്മൾക്കിത് റൺ ചെയ്ത് നോക്കാം. എല്ലാം പാസ്സായി. നമുക്ക് സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ 3 millisecond റൺ ടൈമാണ്. ബീറ്റ്സ് 87.77%. ചെറിയൊരു വ്യത്യാസങ്ങളുണ്ടാകും, പലതവണ റൺ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇങ്ങോട്ടും മാറിയെന്നിരിക്കും. പക്ഷേ ഇതിൻ്റെ ഓപ്റ്റിമൽ സൊല്യൂഷനാണ്. കോംപ്ലക്സിറ്റി അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് O(n) കിട്ടും. അപ്പോൾ ഇതൊരു മീഡിയം പ്രോബ്ലം ആയിരുന്നു. എല്ലാവർക്കും എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടു, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.